ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്റെ ചാനൽ കാണുന്ന ഒരു 70 to 80% ആൾക്കാർ 2024 സ്കീം KTU BTech സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ് ഇന്നത്തെ എന്റെ വ്ളോഗിൽ ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു ഹാപ്പി ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ഇപ്പോൾ ഫൈനൽ ഇയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ എന്റെ ഗേറ്റ് കോച്ചിങ്ങിന്റെ പ്രിപ്പറേഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ബ്രൗസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചാനൽ കണ്ടു. അപ്പൊ ആ ചാനലിന്റെ പേരാണ് എം സിഗ്മ ഗോകുലം. അപ്പൊ ഞാൻ അതിൽ കയറി നോക്കിയപ്പം 2024 സ്കീമുകാരുടെ കുറെ അധികം നോട്ട്സ് അവർ അപ്ലോഡ് ചെയ്തേക്കുന്നത് കണ്ടു ക്ലാസ്സസ് ആയിട്ട്. അപ്പോൾ ഞാൻ അത് യൂസ്ഫുൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 1-2 വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി അവർ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഏതൊരു സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രീതിയിൽ അത്ര സിമ്പിൾ ആയിട്ടാണ് അവർ ആ ക്ലാസ്സസ് ഒക്കെ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാനിപ്പം ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടുന്നത് കൊണ്ട് ഞാൻ ഇതുപോലെ കുറെ ചാനൽസ് റെഫർ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ റെഫർ ചെയ്യുന്ന വഴിക്ക് കണ്ടതാണ് ഈ എം സിഗ്മ ഗോകുലം എന്നുള്ള ചാനൽ. അപ്പൊ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞ ഹാപ്പി ന്യൂസ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ 2024 സ്കീമുകാർ നേരിടുന്ന ഒരു മെയിൻ വിഷയം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പം എനിക്കാണെങ്കിൽ പോലും ഞാൻ 2019 സ്കീം ആയതുകൊണ്ട് എനിക്ക് മുന്നത്തെ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പം പരീക്ഷ ടൈമിലൊക്കെ ഒന്ന് റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് റെഫർ ചെയ്ത് പഠിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതിൽ കയറി നോക്കിയപ്പോഴാണ് ഇവര് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത്, അതും ലൈവായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ട് ലൈവ് സെക്ഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവരുടെ ചാനലിൽ. അത് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ടൈം എല്ലാം അവർ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കിയിട്ട് ആ ഒരു ലൈവ് നടക്കുന്ന ടൈമിൽ തന്നെ അതിന്റെ കൂടെ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് കുറച്ചും കൂടെ ബെറ്റർ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്ന് കയറി നോക്കിയപ്പോൾ അവർ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്സിന്റെ ഓരോ മോഡുകൾ വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് അവർ കുറച്ചുകൂടെ പ്രഷർ ചെയ്തും ഫോക്കസ് ചെയ്തൊക്കെ പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എല്ലാം ലൈവായിട്ട് ചെയ്ത് പ്രോബ്ലം സൊല്യൂഷൻ എല്ലാം അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ലൈവ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു കൂടെ തന്നെ ഈ മാത്സ് ഒക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാടായിട്ടുള്ള സബ്ജക്ട്സ് ഗ്രാഫിക്സ്, മെക്കാനിക്സ്, പൈത്തൺ, ഇതിന്റെ എല്ലാം അവർ ക്ലാസ്സസ് ഓരോ മോഡ്യൂൾ വെച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ അവർ ഇനിയും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ടൈമിൽ അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ലൈവ് ക്ലാസ്സസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ലൈവ് കണ്ട് അതിൽ കയറിയിരുന്ന് ആ ഒരു കുറച്ച് ടൈം നിങ്ങൾ കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതിയല്ലോ. ആ ലൈവ് തീരുന്നവരെങ്കിലും അത്രയും നേരം അതിൽ കയറി ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത്, ഇപ്പം നല്ലോണം പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും ഒട്ടും പഠിക്കാത്ത ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും ഈ ഒരു ക്ലാസ് കാണുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ നല്ലോണം പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ഈ ലൈവ് സെക്ഷനിൽ കയറി കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു ബെറ്റർ സ്കോർ, അതായത് S ഗ്രേഡ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഒട്ടും പഠിക്കാത്ത ഒരാളാണെങ്കിലും അവര് ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന വഴിയെങ്കിലും അവർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തെങ്കിലും അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ചാനൽ നിങ്ങൾ കയറി കണ്ടു നോക്കുക, ലൈവ് സെക്ഷൻസിലൊക്കെ ഒന്ന് കയറി എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനലിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇത് S1 to S8 വരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാം. കാരണം അതിന്റെ നോട്ട്സും അവരെല്ലാവരും ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുമായിരിക്കും. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.